കണ്ടോ, ഹൃദയവേദകമാണ് ആ കാഴ്ച. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്ത് ഉച്ചരിച്ച് ഈ രൂപത്തിൽ ആ ദൈവങ്ങളുടെ മുന്നിൽ പോയി കുമ്പിടുന്ന മുസ്ലിമേ, എന്താണ് നിന്നെ കുറിച്ച് പറയേണ്ടത്? എന്താണ് വിശദീകരിക്കേണ്ടത്? എങ്ങനെയാണ് ഇതിനൊരു വിശദീകരണം നൽകുക? എന്തൊരു കാലമാണിത്, എന്തൊരു ലോകമാണിത്? എവിടെയാണ് നന്മ, എവിടെയാണ് ധർമ്മം, എവിടെ പോയി മനുഷ്യർ, എവിടെ പോയി നീതി, എവിടെ പോയി നീതിശാസ്ത്രം, എവിടെ പോയി ന്യായം, എവിടെ പോയി പ്രവാചകന്മാരുടെ ശബ്ദം, എവിടെ പോയി പ്രവാചകന്മാരുടെ ശബ്ദം? കലിമത്ത് തൗഹീദ് എവിടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടെ? അത് പറയുന്നവരെവിടെ? അത് പ്രഖ്യാപിക്കുന്നവരെവിടെ? ആ ദൈവങ്ങളുടെ മുന്നിൽ പോയി തലകുമ്പിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാൻ ഒരു മുസ്ലിമേ നിനക്ക് എങ്ങനെ കഴിയുന്നു? ആരെയാണ് ഇവരെ തുരത്തേണ്ടത്? ആ ദൈവങ്ങളെ പിടിച്ചു കെട്ടേണ്ടവരാര്? ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ പിന്നാമ്പുറത്ത് പോയിട്ട് മുദ്രാവാക്യം വിളിച്ചാൽ ഒരു മുസ്ലിമിന്റെ ധർമ്മം അവസാനിച്ചുവെന്ന് വിചാരിച്ചോ? ഒരു മുസ്ലിമിന്റെ ധർമ്മം അവസാനിക്കുന്നില്ല. മുസ്ലിങ്ങൾ രംഗത്ത് വരണം, വിശ്വാസികൾ രംഗത്ത് വരണം, മനുഷ്യത്വമുള്ളവൻ രംഗത്ത് വരണം, ധർമ്മമുള്ളവൻ രംഗത്ത് വരണം. രംഗത്ത് വന്നിട്ട് ഈ ആൾദൈവ സമ്പ്രദായത്തിനെതിരെ ശക്തമായി മതങ്ങളെ പിച്ച് ചെയ്തുന്ന, മതാദർശങ്ങളെ പിച്ച് ചെയ്തുന്ന ആൾദൈവ സംസ്കാരത്തിനെതിരെ അണിനിരക്കാൻ കഴിയില്ലെങ്കിൽ, ആണത്തമില്ലെങ്കിൽ പിന്നെ മുസ്ലിമാണെന്ന് പറയാതിരിക്കുന്ന, അല്ലെങ്കിൽ അത് പറയുന്നതിൽ നിന്ന് ഒഴിവാകേണ്ട ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് എന്നാ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗൗരവമാണ് ഈ വിഷയം, ഗൗരവമാണ് ഈ വിഷയം. ഏത് നാട്ടിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും തന്റെ വ്യവസായ മേഖല, തന്റെ കച്ചവട മേഖല വളർന്നു വലുതായി എന്നതിന്റെ പേരിൽ ഒരു മതം, ആ മതം ഉദ്ഘോഷിക്കുന്ന അടിസ്ഥാനപരമായ ആദർശത്തെ, ആ ആദർശത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അതിലേക്ക് ചെളിവാരി എറിയുന്ന, കാർക്കിച്ചു തുപ്പുന്ന ഈ സമ്പ്രദായത്തിനെതിരെ ശക്തമായി അണിനിരക്കാൻ അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന, റബ്ബിന്റെ ദീനിനെ സ്നേഹിക്കുന്ന യുവാക്കൾ ഇവിടെ അണിനിരക്കേണ്ടതുണ്ട്. മുസ്ലിം സമൂഹം രംഗത്ത് വരേണ്ടതുണ്ട്. മനുഷ്യത്വമുള്ള, ധർമ്മബോധമുള്ള ഓരോ മനുഷ്യരും രംഗത്ത് വരേണ്ടതുണ്ട്. എന്താ നിങ്ങൾ ഈ കാണുന്നത്? എന്താണ് ഇവരെ ചെയ്യുന്നത്? ഒരു നീതിയും ഒരു ന്യായവും ഒരു നിയമവും ബാധകമാകാത്ത രൂപത്തിൽ ആത്മീയത എന്നത് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായി മാറിയെന്ന് മാത്രമല്ല, ഇന്ന് അഭിമാനകരമായി മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാം, അഭിമാനത്തോടെ മുജാഹിദ് പ്രസ്ഥാനത്തിന് പറയാം, ഇന്ന് നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ പോലും ശക്തമായി ഈ രൂപത്തിലുള്ള ആൾദൈവങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്നാണ്. അവരുടെ മതം ഏതെന്നല്ല, അവരുടെ ജാതി ഏതെന്നല്ല, അവരുടെ ആദർശം ഏതെന്നല്ല. ഇന്ന് ഈ സമൂഹത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ആൾദൈവങ്ങൾക്കെതിരെ സംസാരിക്കുന്നു എന്നത് നമുക്ക് ആനന്ദം നൽകുന്നുണ്ട്, അഭിമാനം നൽകുന്നുണ്ട്. കേട്ടോളൂ ആ വാചകം. പെണ്ണുങ്ങൾ 30 നാണക്കേടാണ്. പെണ്ണുങ്ങൾക്ക് പണിയില്ല. 10-55 വയസ്സുള്ള അമ്മച്ചിമാര് പോയി ഇവന്റെ മുമ്പ് മുട്ടുകുത്തുകയാണ്. എന്ത് കാര്യത്തിന്? അവിടെ പറ്റി ആളുകളില്ലേ? അവരത് അറിയുന്നില്ലേ പോണത്? നല്ല സാധനമാരുടെ അടുത്ത് പോയിക്കൂടെ? അപ്പൊ മനസ്സിലായല്ലേ? ആ പാവപ്പെട്ട സ്ത്രീ, അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, അറിയാതെ അങ്ങനെ പോകാമോ? അങ്ങനെ പോകാൻ പാടില്ല. അപ്പൊ നല്ലവരായ നമ്മുടെ സ്ത്രീജനങ്ങൾ, നമ്മുടെ നാട്ടുകാർ തെറ്റിദ്ധരിച്ച് ഇവരെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് സ്വാമിമാരുണ്ടാവുന്നത്. കള്ളസ്വാമിയുടെ കാര്യമാണ് അല്ലേ? കള്ളസ്വാമിമാർക്ക് ഈ നാട്ടിൽ നമ്മൾ പണം പിടിക്കാൻ ആർക്കും അഭിപ്രായത്തില്ല. അവരൊക്കെ തുണി എടുക്കാനുള്ള തൊഴിലാളികൾ, ആളുകളുടെ രാഷ്ട്രീയക്കാരൊക്കെ ആർക്കും അഭിപ്രായത്തില്ല. അവർ തുണി എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനാവുകയാണ്. അതെന്ത് പരിപാടിയാണ്? ഇപ്പൊ കണ്ടല്ലോ ഒരു സമയം. രണ്ടാമത്തെ സമയം പോലീസ് സ്റ്റേഷൻ ക്വസ്റ്റ്യനിങ് എഴുതാനായിക്കൊണ്ടിരിക്കുക. ഹിമാലയൻ സ്ഥാനം, ഭദ്രാവാസ സ്ഥാനം, ഓന്റെയൊക്കെ പേര് ഇതൊക്കെ ആസ്ഥലത്ത് കുന്തമുത്തണ്ടാണ്. മനസ്സിലായില്ലേ? ആസക്കുള്ളിൽ ഭീമസ എന്നോടൊക്കെ കൈകാര്യം ചെയ്ത പോലെ ആസാട്ടുകൾ കേൾക്കണവരെ കേട്ടോ. ഒരു മുസ്ലിമല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ്. ആ മനുഷ്യന് ഉണ്ടായ വികാരം പോലും ഇന്നും നമ്മുടെ സമൂഹത്തിൽ പല ആളുകൾക്കും ഉണ്ടായിട്ടില്ല. ഈ അക്രമങ്ങൾക്കെതിരെ സംസാരിക്കാൻ പല ആളുകൾക്കും ഇപ്പോഴും മടി, അവർക്കും ഇപ്പോഴും ശങ്ക. ന്യായീകരണത്തിന്റെ വർത്തമാനം, ആ ന്യായീകരണവുമായി അവരിപ്പോഴും രംഗത്തുണ്ട്. ഈ ചൂഷണത്തിന്റെ മേലാളന്മാർ മുഴുവൻ. അതുകൊണ്ട് തന്നെ തിരിച്ചറിവുണ്ടാകണം, ബോധമുണ്ടാകണം. സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ലോകത്തേർപ്പെടുത്തിയ ധാർമ്മികമായ ഒരു വശം ഉൾക്കൊള്ളാൻ, അത് മനുഷ്യന്റെ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഴിയണം. കൃത്യമായ ബോധം മനുഷ്യനുണ്ടാകണം, മതബോധം ഉണ്ടാകണം, ധാർമ്മിക ബോധം ഉണ്ടാകണം, പ്രവാചകന്മാരെ കുറിച്ച ബോധം ഉണ്ടാകണം. അല്ലെങ്കിൽ എന്നും വഞ്ചിക്കപ്പെടുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സമൂഹമായി ഇവിടെ മാറും. എന്നും ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സമൂഹം.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മതവ്യത്യാസമല്ല, ഒരു ജാതി വ്യത്യാസമല്ല. അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും ഐക്യപ്പെട്ട് ഒന്നിച്ചു പോകുന്നു. ഏതൊരു ചൂഷകനും ചൂഷണത്തിന്റെ മാർഗമായി ഉപയോഗിക്കാവുന്ന ഒരു മേഖലയായി മതം മാറുന്നു. മതം എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ ഒരു ആദർശമാകട്ടെ. എന്തുകൊണ്ട് ഒരുപാട് മതങ്ങളുണ്ടായി? എന്തുകൊണ്ട് ഓരോരോ ജാതികളുണ്ടായി? ഈ രൂപത്തിലെ ഈ ജാതികളും മതങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ളത് കൃത്യമായ ഒരു ബോധത്തിന്റെയും ഒരു ചിന്തയുടെയും അടിസ്ഥാനത്തിലാണെങ്കിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും ഈ മതങ്ങൾക്കിടയിൽ ഇല്ല, പരിപാലിക്കപ്പെടേണ്ടതില്ല എങ്കിൽ എല്ലാവർക്കും ഒന്നിച്ചൂടെ, എല്ലാവരും ഈ രൂപത്തിൽ അക്രമത്തിലും തോന്നിയാസത്തിലും ഒന്നിച്ചൂടെ. ഒരിക്കലും അങ്ങനെ ഒന്നിക്കുകയില്ല എന്ന വാശിയുള്ളപ്പോൾ തന്നെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും തോന്നിവാസത്തിന്റെയും അക്രമത്തിന്റെയും അതുപോലെ തന്നെ വിശ്വാസ വഞ്ചനയുടെയും കാര്യത്തിൽ എന്തിനെല്ലാവരും ഐക്യപ്പെടുന്നു? അവിടെ എന്താ എല്ലാവർക്കും യോജിപ്പ്? എന്തെല്ലാവരും അവിടെ തന്റെ വിശ്വാസത്തെ മാറ്റിവെക്കാൻ തയ്യാറാകുന്നു? ഒരു മുസ്ലിമായ മനുഷ്യൻ, ആ മുസ്ലിമായ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്നതാണ് എങ്കിൽ അവന്റെ പ്രഖ്യാപനത്തിനനുസരിച്ചുകൊണ്ട് അവന്റെ ജീവിതം ക്രമീകരിക്കേണ്ട ബാധ്യത അവനില്ലേ? അങ്ങനെയുള്ള ഒരു മനുഷ്യന് അമൃതാനന്ദമയെ കെട്ടിപ്പിടിക്കാൻ കഴിയോ? അമൃതാനന്ദമയെ കെട്ടിപ്പിടിക്കാൻ ആ ദേവി പരിവേഷമണിഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒരു സ്ത്രീയുടെ മുന്നിൽ കൊണ്ടുപോയി തലകുമ്പിട്ട് നിൽക്കാൻ ഒരു മുസ്ലിമിന് കഴിയോ? ആ രൂപത്തിൽ പ്രവർത്തിക്കാൻ മുസ്ലിമിന് കഴിയോ? മാണിക്കേടത്ത് മങ്കട ക്ഷേത്രത്തിൽ തേങ്ങയടിക്കാൻ ഒരു മുസ്ലിമിന് കഴിയോ? അതുപോലെ തന്നെ മറ്റേതെങ്കിലും നിലക്ക് ആരെങ്കിലും ഒരു മെഴുകുതിരി കത്തിക്കുമ്പോ അവിടെ പോയി കൂട്ടത്തിൽ നിന്ന് മെഴുകുതിരി കത്തിച്ചു കൊടുക്കാൻ, തന്റെ ആദർശം പടയം വെക്കാൻ ഒരു മുസൽമാന് കഴിയോ? ചിന്തിക്കേണ്ട വിഷയല്ലേ, ആലോചിക്കേണ്ട വിഷയല്ലേ? അതുകൊണ്ട് തന്നെ മതത്തിന്റെ പരിവേഷമണിഞ്ഞുകൊണ്ട് വാളെടുക്കുന്നതിന് മുമ്പ്, കലാപങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു അന്വേഷണം നടത്തൂ. എന്തുകൊണ്ട് അക്രമത്തിന്റെയും തോന്നിയാസത്തിന്റെയും കാര്യത്തിൽ ആളുകൾ ഐക്യപ്പെടുന്നു? അങ്ങനെ ഐക്യം അവിടെ ഉണ്ടാകുന്നുവെങ്കിൽ പിന്നെ എന്തിനിപ്പുറത്ത് വർഗീയത വളർത്തണം? എന്തിന് ഈ രൂപത്തിൽ വർഗീയത ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ടുവരണം? അപ്പോൾ തോന്നിയവാസികൾ എപ്പോഴും ഐക്യത്തിൽ തന്നെ, അന്ധവിശ്വാസികൾ ഐക്യത്തിൽ തന്നെ, അക്രമത്തിന്റെ കാര്യത്തിൽ ഐക്യത്തിൽ തന്നെ. എങ്കിൽ ആ ഒരു അവസ്ഥക്ക് മാറ്റുണ്ടാകണം. ധാർമ്മിക ബോധമാണ് മനുഷ്യന് വേണ്ടത്. ധാർമ്മിക ബോധമാണ് മനുഷ്യന് വേണ്ടത്. ഒരിക്കലും വഞ്ചിക്കപ്പെട്ടുകൂടാ. ഒരിക്കലും കപടത വിറ്റഴിക്കപ്പെടുന്ന, കാപട്യം വിറ്റഴിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ ലോകത്തുണ്ടായിക്കൂടാ. നമ്മുടെ താളം തെറ്റുന്ന, നമ്മുടെ വ്യവസ്ഥിതിയുടെ താളം തെറ്റുന്ന, മനുഷ്യന്റെ സ്വൈരവിഹാരത്തിന് ഹാനിയാകുന്ന ആ സ്വൈരവിഹാരത്തിന്റെ താളം തെറ്റിക്കുന്ന ഈ സമ്പ്രദായം ശക്തമായി അത് ഒരു മനുഷ്യാവകാശ പ്രശ്നമായി കണ്ടുകൊണ്ട് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലായിടത്തും എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊരു തട്ടിപ്പാണ്, ഇതൊരു ചൂഷണമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ രാഷ്ട്രീയത്തിന്റെ മറ, തന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു മറ, തന്റെ സംഘടനയെ വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു മറ, തന്റെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ളൊരു മറ, തന്റെ കള്ളക്കച്ചവടത്തിന് ഒരു മറ, അതൊരു നാടിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കുന്നു എന്ന് മാത്രമല്ല, ഒരു നാടിന്റെ വിശ്വാസത്തെയും ആ നാടിന്റെ സംസ്കാരത്തെയും തകർക്കാണ്. കള്ളക്കച്ചവടക്കാരും അതുപോലെ തന്നെ കള്ളരാഷ്ട്രീയക്കാരും കള്ളദൈവങ്ങളുടെ പിന്നിൽ അണിനിരക്കുകയാണ്. എല്ലാവർക്കും അറിയാം ഇത് തട്ടിപ്പാണ്. എത്രത്തോളം നമുക്കറിയാം. എടുത്ത സമയത്താണ് വേറൊരാൾ വന്നത്, അസ്ലം ബാബ എന്ന് പേര് പറഞ്ഞിട്ട്. ഈ അസ്ലം ബാബ എന്ന് പേര് പറഞ്ഞുകൊണ്ട് വന്ന ആളെ പരിചയപ്പെടുത്തി ഇവിടുത്തെ മീഡിയ. എങ്ങനെയാ പരിചയപ്പെടുത്തിയത് കണ്ടോളൂ. അസ്ലാം ബാബ சிலருக்கு இது மந்திர பெயர், வேறு சிலருக்கு இவர் மோடி மஸ்தான். தீராத நோயை சுமந்து வரும் வியாதியஸ்தர்களுக்கு இவர் கடவுளின் அவதாரம். Baba is great and he has something power. God has given him power something. ഈ രൂപത്തിൽ അസ്ലം ബാബ കടന്നു വന്നു. എന്താ ഇയാളുടെ മെയിൻ ക്വാളിഫിക്കേഷൻ? എന്താണ് ഇയാളുടെ യോഗ്യത? അപാരമായ ഒരു ചികിത്സയാണ്. മനുഷ്യനായ രോഗം ഉണ്ടായി കഴിഞ്ഞാല് അതിന് മതം പഠിപ്പിക്കുന്ന തത്വങ്ങൾ ഉൾക്കൊള്ളാം. ആ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചികിത്സ അതിനനുവദിക്കപ്പെട്ട ധാർമ്മികമായ രൂപത്തിൽ നിന്നുകൊണ്ടൊരു മനുഷ്യനാവാം. ഇത് അതിനപ്പുറം ചികിത്സയുടെ ഏറ്റവും ഭീകരമായ രൂപമാണ്.